വരാത്തൊരു വിചാരിക്കുന്നുണ്ടാവും. ഇപ്പോൾ CPMൻ്റെ ഒരു പൊളി വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മൾ സ്വന്തമായിട്ടുള്ള ഇന്നത്തെ വീഡിയോയിലെ ഒരു ഫ്രണ്ട് മച്ചാനുണ്ട്, റെയിൻസാദ് ബ്രോ. അപ്പോൾ അതാ വരുന്നുണ്ട് റെയിൻസാദ് ബ്രോ. അപ്പം നമ്മളെ ബ്രോ മച്ചാന് നമ്മളൊന്ന് LCയും കിട്ടിയോണ്ട് നൈസായിട്ട് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. LCൻ്റെ മുകളിലൊക്കെ അതാ മഞ്ഞ് വീണുണ്ട്. അപ്പം കിട്ടില്ല LC അപ്പം നമ്മൾ ഈ ഒരു LC കിട്ടിയോണ്ട് നമ്മൾ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. റെയിൻസാദ് ബ്രോ എങ്ങോട്ട് അങ്ങോട്ട് പോണേ, എനിക്ക് മിക്കവാറും പാർക്കിങ്ങനെ തോന്നുന്നു കൊണ്ട് പോകുന്നുണ്ട്. നമ്മളെന്ന് വെച്ചാൽ വലിയ മലയൊക്കെയാണ്. അപ്പം നല്ലൊരു വൈബ് ഏരിയ സ്ഥലമാണ്. അപ്പോൾ രാവിലെ ആയിട്ടുള്ളൂ, നമ്മൾ നൈറ്റ് ആകുമ്പോഴാണ് പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പം റെയിൻസാദ് ബ്രോ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം റെയിൻസാദ് ബ്രോയുടെ M5 ആണ് കേട്ടോ. നമ്മളെല്ലാം ഉണ്ട് ഗൈസ്. ഈ LC എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കും. അതെന്ത് അങ്ങനെ ബ്രോ റെയിൻസാദ് ബ്രോ ഉണ്ട് നേരെ ഡ്രസ്സിലെത്തും ഗൈസ്. ബ്രോ അവിടെ നിന്ന് ചാടാനൊക്കെ നോക്കുന്നുണ്ട്. അതാ വ്യൂ കണ്ട് ഇരിക്കുന്നുണ്ട്. ഏതായാലും നമ്മളാ 2 കുട്ടന്മാരൊക്കെ ഉണ്ട്. നമ്മൾ പോണ രീതിയിലാണ് M5 കിടക്കട്ടെ ഗൈസ്. എല്ലാ വണ്ടിയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഈ M5 നമുക്കും M5 ഉണ്ട് ഗൈസ്. നമ്മൾ ഷെഡ് കിട്ടിയിട്ട് പിന്നെ റീസ് നമ്മൾ കൊടുത്തിട്ട് ഒരു ട്രക്ക് എടുത്ത് ഗൈസ്. കാരണം നമ്മൾ ഇല്ലാസിലെ ട്രക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെയിൻസാദ് ബ്രോ ഏതായാലും മുകളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രക്ക് എടുത്ത് റെയിൻസാദ് ബ്രോ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ LC എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫെറാറി കിടക്കണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളടുത്ത് പിന്നെ എക്സ്ചേഞ്ച് ചെയ്ത ഒരു LC എടുത്ത് ഗൈസ്, ഒന്നും നോക്കിയില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ റെയിൻസാദ് ബ്രോനോട് വണ്ടി എടുക്കാൻ പറയാം കേട്ടോ. എൻ്റെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. റെയിൻസാദ് ബ്രോ പെട്ടെന്ന് ബേക്കടി പോയിട്ടുണ്ട്, മിക്കവാറും വരാൻ മതി. അപ്പം നമുക്ക് കാണാം. റെയിൻസാദ് ബ്രോ പോയിട്ടുണ്ട്, മിക്കവാറും വരാതി. അപ്പോൾ ഏതായാലും നമ്മൾ ഒറ്റക്കാണ് LC പിടിച്ച് പോകണേ. നമ്മൾ മെസ്സേജ് ഇട്ടാണ് കമ്മിങ് ടു മൗണ്ടൻ എന്ന് പറഞ്ഞാണ്ട്. അപ്പം മച്ചാൻ എന്തായാലും ഇനി വരുമ്പം നേരെ മൗണ്ടനിലേക്ക് വന്നോളൂ ഗൈസ്. അത് മഞ്ഞ് വീണല്ലോ കേട്ടോ ഗൈസ്. വണ്ടീൻ്റെ ടോപ്പിൽ ഒരു സംഭവം ഉണ്ട് വൈറ്റ് ആയിട്ട്. ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ മൗണ്ടനിലേക്കാണ് വിടുക കേട്ടോ ഗൈസ്. അപ്പം നേരെ നമ്മൾ മൗണ്ടനിലേക്കാണ് പോണേ. അപ്പോൾ ഇന്ന് വൈപ്പായിട്ട് കാണാം ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളേതായാലും നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം മച്ചാനോട് ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കാം. കാരണം റെയിൻസാദ് ബ്രോ സ്ഥലത്ത് എന്തോ ഗോസ്റ്റൊക്കെ ഉണ്ട് പറഞ്ഞ്. ഗോസ്റ്റ് നമ്മൾ ഇന്നേ വരെ ഗോസ്റ്റൊന്നും റിയൽ ലൈഫിലില്ല കേട്ടോ ഗൈസ്, വെറുതെ പറയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൈസ് ഫോൺ ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞ അവർ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടെന്ന്, പുതിയ വീടൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെയാണെന്ന് പറഞ്ഞ് നമുക്ക് നേരെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് മച്ചാനെ വിളിക്കുക. മച്ചാനും വല്ല അറിയത്താണ് ഗൈസ്, ആരുമില്ലേ, ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടി വരും ഗൈസ്. അപ്പോൾ ഏതായാലും നേരെ വണ്ടി ബേക്കടിച്ച് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ചെയ്തപ്പോൾ മിക്കവാറും വരാതെ, അതുകൊണ്ടായിരിക്കും നമ്മൾ റൂമിലോട്ട് പോകണം ഗൈസ്. പാസ്വേഡൊന്നും കിട്ടിയില്ല. ആർക്ക് വേണമെങ്കിലും കയറാം, കയറുന്നവർ കയറിക്കോട്ടെ വിചാരിച്ചിട്ട്. ഇപ്പോൾ വലിയ മല എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരമാണ് ഗൈസ്, നല്ല ദൂരമുണ്ട് ഗൈസ്. പിന്നെ അവിടെ ഗോസ്റ്റൊക്കെ ഉണ്ട്, നല്ല കുറേ ആൾക്കാർ പേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ 2 മച്ചന്മാരും ഇല്ലായിരുന്നിട്ടുണ്ട് ഗൈസ്. നമുക്കുണ്ട് പേടി, നമ്മളത് കണ്ട് അതിനപ്പുറം കണ്ടാനാ. നമുക്കൊരു പേടിയില്ല ഗൈസ്, നമ്മൾ ഒറ്റക്കാണ്, ഒറ്റക്കും പോകും, അത്രേ ഉള്ളൂ. അപ്പം നേരെ നമുക്ക് ഒറ്റക്ക് വൈകിട്ട് വന്നാലാണ് ഗൈസ് ഞാൻ. അപ്പം എനിക്കൊരു പേടിയില്ല, ഞാൻ ഒറ്റക്ക് തന്നെ പോകും. അപ്പം നേരെ നമുക്ക് പോവാം. പിന്നെ നമ്മൾ LC റിവർ ഡ്രൈവിലാണ്, ഓൾഡ് വൈ ഡ്രൈവിലേക്ക് ഇടണം ഗൈസ്. അപ്പോൾ ഒന്ന് ഇട്ടേക്കാം. അത് നേരെ നമുക്കത് പോവാം. ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പം നേരെ നമ്മൾ മലേൻ്റെ മുകളിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പം മല കയറാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പം നേരെ നമുക്ക് മലയിട്ട് കയറാൻ പോവാം. അപ്പം ഇവിടുന്ന് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ചെക്ക് പോസ്റ്റല്ല, റൂട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നേരെ നമുക്ക് ഈ റൂട്ടിലാണ് പോകേണ്ടത്. ഇതാണ് മല, വലിയ മല എന്നാണ് അറിയുന്നത്.
ാണ് ഗോസ്റ്റൊക്കെ ഇല്ലേന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ മലേൻ്റെ ടോപ്പിലേക്കാണ് പോകാനുണ്ട് ഗൈസ്. നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും രാവിലെയാണ് പോണേ. കാരണം ഇന്ന് വരെ ഒരാൾ പോലും രാത്രി ഈ ഏരിയക്ക് വന്നിട്ടില്ല കേട്ടോ ഗൈസ്. ഒരു ഏരിയയിൽ ഇന്ന് വരെ ഒരാൾ രാത്രി വന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളാണ് ആദ്യമായിട്ട് രാത്രി ഇങ്ങോട്ട് വരുന്നത് ഗൈസ്. ഞാൻ അന്നേരം ഒരാൾ രാത്രി ഇങ്ങോട്ട് വരുന്ന കണ്ടില്ല. പിന്നെ ഗോസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയണ്ടേ നമുക്കിട്ട് പോയി. നമ്മൾ ഇതിനും വലിയ ഗോസ്റ്റിനൊക്കെ കണ്ടതാ. ഗോസ്റ്റ് സാധനം ഈ ലോകത്ത് തന്നെ അല്ല ഗൈസ്. അപ്പം നമുക്കൊരു പേടിയില്ല. നമ്മളിങ്ങനെ ഗൈസ് കാരണം ഇതൊരു സുമതി വിളവ് എന്നൊക്കെയാണ് പറയുന്നത് ഗൈസ്. നമുക്ക് നേരെ ഏറ്റവും മുകളിലുണ്ടാവും ഗൈസ് സുമതി വിളവ് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഗോസ്റ്റിനെ കാണുന്നത് അറിയുന്നത് ഗൈസ്. നമ്മൾ പേടി നമ്മളെ ശരീരത്ത് പെട്ടല്ല ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് തന്നെ പോകും ഗൈസ്. വൈതെറ്റി ഗൈസ്. യെസ് വൈതെറ്റി ഇതിലല്ല പോകേണ്ടത്. ഇതിനാണ് പോകേണ്ടത്. അപ്പം ഇതിലെങ്ങനെയാണ് പോകേണ്ടത്? വൈന്ന് മാറുന്നുണ്ട് കാരണം നൈറ്റ് ആയതുകൊണ്ട് ഗൈസ്. വൈന്നൊക്കെ മാറുന്നുണ്ട്. മതിയോളന്നൊക്കെ അറിയുന്നത്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ എത്തിയേക്കാണ് ഗൈസ്. വണ്ടി ഓടിക്കാനും ഗൈസ്. നിങ്ങളൊന്ന് ഓടിച്ചു നോക്കി. സീരിയൽസി നല്ല സുഖമാണ് ഗൈസ് ഓടിക്കാൻ. ഞാൻ ഓടിച്ചോണ്ട് പറയില്ല, നല്ല സുഖമുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് എത്താറ് ഗൈസ്. നമ്മൾ ആരാധന അടിയൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. എന്താണെന്ന് അറിയില്ല, നമുക്ക് നൈസിൽ വയ്യൊന്ന് തെറ്റിയാണ്ട് അടിയിലോട്ടാണ് ഇറങ്ങി പോകാൻ ഗൈസ്. ഞാൻ മുകളിലോട്ടാണ് നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഈ വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ട് തോന്നുന്നുണ്ട് ഗൈസ്. ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു വണ്ടിയിൽ ഇന്ത്യകൾ ഇങ്ങനെ ഇട്ട് കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഞാൻ വെറുതെ ഇറങ്ങിയാണ്. അപ്പോൾ അത് ഇന്ത്യ ഇങ്ങനെ ഇട്ട് കിടക്കുന്നുണ്ട്. ഇന്ത്യ എന്താ പോകാതെ നമ്മളാണ് അറിയാതെ പുറത്തിറങ്ങി ചെയ്ത് ഗൈസ്. അത് നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിട്ട് തന്നെ ഉണ്ട്. എന്താണ് ഗൈസ് വണ്ടിക്ക് എന്താ സംഭവിച്ചേ? ഇതെന്താ ഗൈസ് നമ്മൾ പുറത്ത് തന്നെ ഇറങ്ങുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്ന് ഓഫായി പോയി ഗൈസ്. അപ്പോൾ വണ്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. വണ്ടി ഓട്ടോമാറ്റിക്കിന് ഓണൊക്കെ ഓഫാണ്ട് എന്താ ഓൺ അടിക്കുന്നത്? ഞാൻ ഓൺ അടിക്കില്ല ഗൈസ്, ഓട്ടോമാറ്റിക്കലാണ്. എന്താണെന്ന് അറിയില്ല. ഗൈസ് എന്താ ഫോൺ അപ്പേ ഞാൻ ഇറങ്ങാണ്. സൈഡ് കൊണ്ടാ നമുക്ക് വേറെ നിൽക്കാം ഗൈസ്. വണ്ടി സൈഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ നീ വണ്ടി ഓഫായി ഗൈസ്. എന്തോന്നും അറിയില്ല. അതേപോലെ പിന്നെ മറുപുറം നമ്മൾ പറഞ്ഞാണ് ഇങ്ങോട്ട് വരണ്ടെന്ന് ഗൈസ്. ഒന്നും പോയി ഗൈസ്. എന്ത് ചെയ്യാനാണ്? നമുക്ക് ഈ ഒരു സ്ഥലം ഇല്ല. നമുക്ക് ഏതാണ് സുമതിനോട് പറഞ്ഞു നോക്കാം. നമുക്ക് സുമതിയാണ് എന്നോട് പറഞ്ഞു നോക്കാം ഗൈസ്. എനിക്കത് അറിയില്ല ഇനി ഗൈസ്. നമുക്ക് സുമതി എനിക്കത് അറിയില്ല. ഞാനൊന്ന് പോട്ടെ സുമതി. എന്താണ് സുമതി? പ്ലീസ് സുമതി. അതെന്താണ് ഗൈസ്? അതവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഗൈസ്. പെട്ടെന്ന് പോയി ഗൈസ്, പെട്ടെന്ന് പോയി. ഏതാ പിന്നെ വന്ന് ഇത് വണ്ടിയിൽ കയറട്ടെ. വണ്ടിയിൽ കയറട്ടെ ഗൈസ്. എന്താ പെട്ടെന്ന് വണ്ടി പോവില്ല ഗൈസ്. വണ്ടി എന്താ ഞാനത് വണ്ടി സ്റ്റാർട്ടാവില്ല ഗൈസ്. എന്താണ് ഗൈസ്? ഒന്നും ചെയ്യാൻ കഴിയില്ല. സുമതി പ്ലീസ് ഞാൻ അറിയാവുന്ന പോയാണ്. ഞാൻ ഒരിക്കലും വരൂല സുമതിയെ. പ്ലീസ് സുമതി പ്ലീസ്. വണ്ടിയാണ് സ്റ്റാർട്ടാവുന്നില്ല ഗൈസ്. ഇതാണ് സംഭവിച്ചെന്ന് അറിയില്ല ഗൈസ്. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. പ്ലീസ് സുമതിയെ. ശ്രമിച്ചിരിക്കണം. ഈ ജന്മത്തിൽ നീ ഇങ്ങോട്ട് വരരുത്. നീ ഇവിടെ വന്നു പോയാൽ പിന്നെ നീ ജീവനോടെ പോകില്ല.
ഞാൻ പറയുന്നതാണ് സുമതി. നീ ഇങ്ങോട്ട് വരുന്നത് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. ശ്രീവൻ ഞങ്ങൾക്കൊരു ഇനി ജന്മത്തിന് എന്ത് വരെ പോകില്ല കേട്ടോ. ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി തരാം. ഇനി അവൻ ഫസ്റ്റ് സമയത്ത് വന്നത് കൊണ്ടാണ് ഞാൻ ശ്രമിച്ചു. ഇനിയും കണ്ടിടന്ന് ഞാൻ തീർത്ത് കളയും ഞാൻ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് വണ്ടി സ്റ്റാർട്ടാടിച്ചിട്ട് നമുക്ക് വേഗം ഇറങ്ങണം. അമ്മ സുമതി എന്തോ മാറ്റി രക്ഷപ്പെട്ട കാരണം സുമതിക്ക് നമ്മളറിയില്ല, നമ്മളിവിടെ വരാറില്ല. എന്തോ ഇതിൽ വന്നാണ്, പുതിയ സ്ഥലം കണ്ട് വന്നാണ് കേട്ടോ ഗൈസ്. നീ ജന്മത്തിന് അങ്ങോട്ട് കയറുമില്ല, എന്തോ മാറ്റി രക്ഷപ്പെട്ടാണ്. ഈ ജന്മത്തിന് അങ്ങോട്ട് വരില്ല. അപ്പം നമ്മൾ സീപ്പൻ്റെ ഫസ്റ്റും ലാസ്റ്റത്തെ ഗോസ്റ്റ് വീഡിയോ ചെയ്യാൻ സാധ്യത അത്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് വയസ്സ്. അതായത് നമ്മൾ നേരെ റൂട്ടിലേക്ക് എത്തി. ഒരു ആശ്വാസമുണ്ട്. നമ്മളിപ്പോൾ വീട്ടിലേക്ക് എത്തില്ല, കാരണം ഇനിയും ഡ്രൈവ് ചെയ്യാന്ന് പറയുമ്പോൾ അതിസാഹസ്യമായ ഡ്രൈവ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇനി നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഒന്ന് തങ്ങാൻ പോണേ. കാരണം നല്ല പേടിൻ്റെ കേസ്. എൻ്റെ അടുക്ക് ഡ്രൈവ് ചെയ്തവിടെ പോയി ഇടിച്ചാൽ പിന്നെ കുറച്ച് ദിവസം വരെ ഹോസ്പിറ്റലിൽ കിടക്കാം. ഈ ഒരു വണ്ടി പിന്നെ ഇറങ്ങും ചെയ്യില്ല കേസ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ കത്തിച്ച് വിടുകയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. ഞാൻ അവിടെയാണ് നിൽക്കാൻ പോണേ. രാവിലെ ആയിട്ട് പേടിയൊക്കെ മാറിയിട്ട് മെല്ലെ പോവാട്ടോ കേസ്. ഈ ഒരു വണ്ടി നമ്മൾ ഇറക്കൊന്നുമില്ല, മതി കേസ്. എന്തെങ്കിലും ഓഫ് റോഡൊക്കെ ഉണ്ടാകുമ്പോൾ ഇറക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ കേസ്. ഈ ഒരു വണ്ടി നമ്മൾ ഇറക്കണല്ല, ഉറപ്പാണ് കേസ്. എല്ലാം മതിയായി കേസ്. വല്ലാത്തൊരിത് തന്നെ, എന്തൊരിത് അങ്ങനെ പറഞ്ഞ പോലെ ആയി ഗൈസ്. എന്ത് ചെയ്യാനാണ് സുമതി, ഞാനായിട്ട് പോയി പെട്ടാണ് ഗൈസ്. ഒരാവശ്യമില്ല. ഇനി ഒരേനാട് കുത്തറിഞ്ഞാൽ മതി, ഒരു പറയുന്നത് കേട്ടാണ്. ഒരാവശ്യമില്ലാത്ത പണിക്ക് നിന്നാണ് ഗൈസ്. നേരെ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട് എത്താനായിട്ടുണ്ട്. അതാ കണ്ണാണ് നോക്കാണ്ട ഒരു ഓഫർ വണ്ടിയാണ്. കാട് കയറിയൊരു പോവാനെ. അപ്പോൾ ഏതായാലും ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്തിന്ന് വണ്ടി നേരെ അവിടെ കയറ്റിയിടാം. അവസ്ഥയൊക്കെ നോക്കി ഗൈസ്. ഏതായാലും നമുക്ക് നാളെ പോയി റിപ്പയർ ചെയ്യാനില്ലാണ്. അപ്പോൾ മച്ചാനോട് നമ്മൾ പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യമില്ലാത്ത പണിക്ക് പോയല്ലേ എന്ന് ചോദിച്ചവന്. അത് കാര്യം തന്നെയല്ല ഗൈസ്, വെറുതെ ഇവിടെ എന്നാൽ മതി. ഒരു കാര്യമില്ലാത്ത പണിക്ക് പോയാണ്. ഏതായാലും നല്ല പ്രേരണ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിരുന്നു ഗൈസ്. ഈ ജന്മത്തെ ഞാൻ ഇവിടെ പോവില്ല, ഇവിടെ തന്നെ നിൽക്കാം. അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ പോണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. CPൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബായ്. പേടി ഇതുവരെ പോയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ.